ചാച്ചുട്ടി കുളിക്കാൻ പോയി. ലൈവിൽ ആരും ഉണ്ടാവില്ല മോർണിംഗ് എന്നറിയാം. എന്നാലും ഞാൻ ലൈവിൽ പറയാൻ വന്നത് മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീം ഇന്നലെ അയക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് എന്തായാലും ഇൻഷാല്ല ഇന്നാണ്ടിരിക്കും, ഇന്ന് എന്തായാലും അയച്ചു വിടാം. എൻ്റെ ഫേസ് കണ്ടോളൂ, ഒറിജിനൽ ഫേസ് ആണ്. ഉണ്ടരുത് കേട്ടോ, ഉണ്ടി പോരും. അപ്പോൾ എന്താ പറയുക, മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീം നമ്മൾ രാത്രി ഞാൻ ഇന്നലെ തേച്ചിട്ട് കിടന്ന് ഇന്ന് രാവിലെ എണിച്ച് ഫേസ് കഴുകി. അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾക്ക് ആ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഓർഡർ ആക്കിക്കോളി. 9526255858 എന്ന നമ്പറിലേക്ക് ഓർഡർ ആക്കുക. എൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം വരുന്നുണ്ട്. ഷാജീസ് വൈറ്റനിങ് നൈറ്റ് ക്രീം വരുന്നുണ്ട് അല്ലേ ചൂട്ടി? കമ്മിങ് എന്താണ് അതിന് പറയാ ചേച്ചു? കമ്മിങ് അല്ലേ? കമ്മിങ് സൂൺ നമ്മുടെ മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീം എത്തുന്നതായിരിക്കും. അപ്പോൾ ഖത്തറിലെ അത്തറിൻ്റെ മണമുള്ള ഖത്തറിലെ തെറിവീരന്മാരെ, തെറിവീരത്തികളെ, നിങ്ങളെ മുഖം കാണിക്കാണ്ട് തെറി വിളിച്ചിട്ട് കാര്യമില്ല. ഷാജിൻ്റെ മൂക്കിൽ വലിക്കാനും കൂടി നിങ്ങൾക്ക് പറ്റില്ല. അപ്പം നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കണേ, ഫേസ് കാണിച്ചിട്ട് അത്തറിൻ്റെ മണമുള്ള ഖത്തറിലെ എന്താ പറയുക, ഖത്തറിലെ ആൾക്കാർക്ക് നാണവും മാനും എന്താ പറയുക, കുറച്ച് ഉളുപ്പുള്ള ആൾക്കാരാണ് ഖത്തറിലുള്ളവർ. ഇന്നലെ ഫുള്ള് തെറി അഭിഷേകം പിടിച്ച ആൾക്കാരുടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ച് ഖത്തറിൽ നിന്നിട്ട് ലൈവ് ഇട്ട് ഖത്തറിൽ നിന്നിട്ട് തെറി വിളിച്ച് പറഞ്ഞാൽ ഞങ്ങളൊന്നും അറിയില്ല, നിങ്ങൾക്ക് അക്കൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഖത്തറിൽ എനിക്ക് ആരുമില്ല എന്ന് വിചാരിച്ചാ? മക്കളെ, ഖത്തറിലോട്ട് എനിക്ക് വരാറില്ല. ഞാൻ പാസ്പോർട്ട് എപ്പോഴോ എടുത്തു വെച്ച ഒരാളാണ്. ഞാൻ പാസ്പോർട്ട് ഇക്ക മരിച്ച ടൈമിൽ ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഗൾഫിലേക്ക് കയറാന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് എടുത്തു വെച്ച ഇല്ല ശിബോ, തൃശ്ശൂർ സ്പീഡ് പോസ്റ്റ് വഴിയില്ലേ, നമുക്ക് എത്രയോ പെട്ടെന്ന് ആ പാസ്പോർട്ട് സ്പീഡാക്കിയിട്ട് ചെയ്തു തന്നതാണ്. എനിക്ക് പോകാനും കടം വീട്ടാനും വേറുള്ളതും എൻ്റെ മൈൻഡിൽ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല, ഇനി പോയി എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ഇതാക്കാന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ പാസ്പോർട്ട് എടുത്തു വെച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള എന്നെ നീയൊക്കെ അത്തറിൻ്റെ മണമുള്ള ഖത്തറിൽ നിന്ന് തെറി വിളിച്ചാലും USA മറ്റേ എന്താണ് UK തെറി വിളിച്ചാലും ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് നീ തെറി അഭിഷേകം ചെയ്താലും, ഇങ്ങനെ സൗണ്ട് രാവിലെ എനിക്ക് ഇങ്ങനെ കിട്ടാം, തെറി അഭിഷേകം നീ ചെയ്താലും നിന്നെ പിടിക്കും മോളെ. മോളും മോനും ഒരുപാട് മോളും മോനാണ് കേട്ടോ. എന്തോ എത്ര എണ്ണാണെന്നറിയോ? ആ ലൈവ് കയറിയപ്പോഴാണ് അവരുടെ സ്വഭാവം കറക്റ്റായിട്ട് മനസ്സിലായത്. ഇങ്ങനെയുണ്ട് ഇല്ലേ ഗൾഫ് രാജ്യം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഷാജിദയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ പിള്ളേരെ വെച്ചിട്ട് ഇത്രയും ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, എക്സാമിന് പോയിട്ട് കുഞ്ഞിന് മോനെ എന്തോ A+ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതാ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് പുള്ളിക്കാരി വന്നിട്ടുണ്ട്. ആരോ പുള്ളിക്കാരി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താണ്, സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്യണം. നല്ലത് ചെയ്യണമെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവൾ കള്ളിയാണ്, പല രീതിയിലും പലരെയും പറ്റിക്കാൻ നോക്കുകയാണ്, ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരു കുറ്റവുമില്ല, ഈ പുള്ളിക്കാരി ഈ മോന് മാത്രമാണ് അവിടെ കുറ്റം പറയുന്നത്, ഈ മോനെ വെച്ചിട്ടാണ് ഇവള് കുറ്റം പറയുന്നത്. ആ മക്കൾക്കൊന്നും അറിയില്ല. മക്കൾക്ക് പറയുമ്പോൾ ഉമ്മമാർ പറയുന്നതാണ് മക്കൾ കേൾക്കുള്ളൂ, അവർ അതുപോലെ പ്രതികരിക്കുള്ളൂ. അപ്പോൾ ആ മോന് മാത്രമാണ് അത്രയും പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. നേരത്തെ മാർക്ക് ഉണ്ടായിരുന്നതിന് ഇപ്പോൾ മാർക്കില്ല എന്ന് പറയണമെങ്കിൽ അത് എന്താണ് മാതാപിതാക്കളുടെ പിടിപ്പുകേട് തന്നെയാണ്. അതുമല്ല എനിക്ക് ഷാജിദയോട് പറയാനുള്ളത്, ഈ പുള്ളിക്കാരി മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ലൈവ് ഇടുന്നതും ഈ കള്ളക്കണ്ണീർ ഒഴുക്കുന്നതും അതുപോലെ തന്നെ എന്താണ് വീഡിയോ എന്താ പറയുക ലൈവ് ചെയ്യുന്ന സമയത്തൊക്കെ മറ്റുള്ളവരെ തെറി വിളിക്കുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ എടുത്തു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഏതൊരു ഹോട്ടൽ റൂമിലാണെന്ന് തോന്നുന്നു, മക്കളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ മറ്റുള്ള ഒരു സ്ത്രീയെ ഇത്രയും അവഹേളിക്കുന്ന തരത്തിൽ പുള്ളിക്കാരി ഇത് പറഞ്ഞു. ഇതെല്ലാം മക്കൾ കേൾക്കുകയാണ്. ആ മക്കൾക്ക് എന്താണ് ഏതാണ് ചോദിക്കാൻ ഇതുപോലും ഇല്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അതുകൊണ്ട് പിള്ളേർക്ക് പേടിയായിരിക്കും. അപ്പോൾ പിള്ളേരുടെ മുമ്പിൽ വെച്ച് ആവുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ടോക്കൊന്നും പറയാതിരിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ബാക്കി വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ഇങ്ങനത്തെയും കുറെ സാധനങ്ങൾ ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. നാട്ടിലോട്ട് വാടി, നിനക്ക് അത്ര ധൈര്യമുള്ളവളുമാരും അവനുമാരും ആണെങ്കിൽ പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല എന്ന സ്ഥലത്ത് നെല്ലിക്കാട് സ്കൂളിൻ്റെ അവിടെ നീ വാ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു.
അത്ര ധൈര്യമുള്ളവളാണെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് നീ സംസാരിക്കടി. നിനക്കുള്ളത് ഞാൻ അപ്പം തരാം. അല്ലാണ്ട് നീ അത്തറിൻ്റെ മണമുള്ള ഖത്തറിൽ നിന്നിട്ട് നീ ലൈവ് ഇട്ടിട്ട് തെറി വിളിച്ചിട്ടും അവിടെ നിന്ന് നീ ഇങ്ങോട്ട് എന്നെ തെറി വിളിച്ചിട്ടും കാര്യമില്ല. നിന്റെ വിചാരം ഉണ്ടാവും കേസ് കൊടുത്താലും വേറുള്ളത് കൊടുത്താലും അത് ആ ധൈര്യത്തിലാണ് നീ തെറി വിളിക്കുന്നത് മനസ്സിലായി. അങ്ങോട്ട് അവിടേക്ക് നിങ്ങൾക്ക് കേസും കാര്യങ്ങളും. എടി മോളെ, ഇവിടുത്തെ എന്താണ് പറയുക, കേരള പോലീസ് ഈ പറയുന്ന അത്തറിലും ഖത്തറിലും ബത്തറിലും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ കേസ് അവിടെ നടക്കുന്നുണ്ട്. എന്താണ് നീ വിചാരിച്ചിരിക്കുന്നത്? നീ അങ്ങോട്ട് ലൈവ് ഇട്ട് തെറി വിളിച്ച് ഷാജിനെ അങ്ങോട്ട് ഉണ്ടാക്കാൻ നീ വിചാരിച്ചിട്ടുണ്ടെങ്കിലേ ഇതാ ഒരെണ്ണല്ല 5 പുലിക്കുട്ടികളെ വളർത്തിയിട്ട് വരുന്ന വ്യക്തിയാണ് ഞാൻ. നീക്ക് കണ്ടവന്മാരനെയൊക്കെ രാത്രി ലൈവിൽ കിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഷാജി തുണി അഴിച്ചിട്ട് കൊടുക്കുന്ന ലൈവ് ഇടുന്ന ആളല്ല. മക്കളുടെ മുൻനിർത്തിയിട്ട് ലൈവ് ഇടുന്ന ആളാണ്. മക്കളുടെ മുൻനിർത്തിയിട്ട് കളിക്കുന്ന ആളാണ്. മക്കളുടെ മുൻനിർത്തിയിട്ടാണ് എന്തും ഷാജി ചെയ്യുന്നുള്ളൂ. അതും ഞാൻ പെറ്റ മക്കള്. എടി നിനക്ക് അത്ര ഉള്ളിട്ട നായിന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ വാ, നീ പുറത്ത് വാ. നീ ഖത്തറ് ബാക്കിയുള്ളോടെ നീ നിൽക്കാണ്ട് നീ പുറത്ത് വന്നിട്ട് നീ എന്നെ ഇന്നലെ എന്താണ് എത്ര റേറ്റ്, എന്താ റേറ്റ്, ഏത് കളിയൊക്കെ ഏത് തരത്തിലുള്ള കളിയൊക്കെ കൊടുക്കുന്നു. എടി നിനക്കും നിന്റെ അനുയായികൾക്കും നിന്റെ കൂട്ടാളികൾക്കും നിന്റെ ഈ എന്താ പറയുക നിരങ്ങണ നായ്ക്കൾക്കും ഞാൻ പറഞ്ഞുതരാടി റേറ്റ് എത്രയെന്ന്. നീ ഇങ്ങോട്ട് പാടി. നിനക്ക് അത്ര ധൈര്യമുള്ളവളാണെങ്കിൽ നീ കേരളത്തിൽ എവിടെയാണ്, നിന്റെ ജില്ല എവിടെയാണെന്ന് നീ പറഞ്ഞു ആ മോളെ. ഞാൻ നിന്റെ വീട്ടിൽ കയറി തല്ലും. ഞാൻ എന്നെ മതി, ഒരു നിയമം വേണ്ട. നിന്നെ വീട്ടിൽ കയറി തല്ലാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. കാരണം നീ അങ്ങനത്തെ അനാവശ്യങ്ങളാണ് ഇന്ന് എന്റെ ലൈവിൽ വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എടി മോളെ, നീ ഖത്തറിലാണോ വേറെല്ലാണോ സൗദി അറേബ്യ ആണോ? എടി ആ ഗൾഫ് രാജ്യങ്ങൾ ഫുള്ള് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. എന്നെ കാണുന്ന മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത് ഫുള്ളും. ആണായിട്ടും പെണ്ണായിട്ടും ബിസിനസ് വേറെ എന്തൊക്കെ ജാതികളുണ്ട് ആ ജാതികളൊക്കെ അവിടെ കാണുന്നുണ്ട്. എൻ്റെ ലൈവ്, എൻ്റെ മക്കള്, ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നീ പറയുന്ന അത്തറിന്റെ മണമുള്ള ഖത്തർ. എടി നിനക്ക് മാത്രമല്ല ഖത്തറിൽ എനിക്ക്. ഞാൻ വിചാരിച്ചു ഇന്ന് വിസയും പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. വിസ എടുത്ത് ഞാൻ ആ ഖത്തറിലേക്ക് എത്താൻ എനിക്ക് നിമിഷങ്ങൾ വേണ്ട. നീ വിചാരിച്ചാൽ എനിക്ക് അവിടെ എത്താൻ പറ്റില്ല എന്ന്. എടി മോളെ, ഞാൻ ഇവിടുന്ന് കുറച്ച് ഇന്ന് വേണമെങ്കിൽ ഇന്നേക്ക് ഞാൻ കയറാനുള്ളൂ. എനിക്ക് ആൾക്കാരുണ്ട് അവിടെ. നീ എന്താ വിചാരിച്ചത്? നീ അങ്ങോട്ട് മുഖം കാണിക്കാണ്ട് ഈ ചുമ പേപ്പർ ഇതാ ഇങ്ങനെ ഇട്ടിട്ട് നീ ലൈവ് ഇട്ടു പറഞ്ഞാല്, എടി മോളെ, നീ അത്ര പെണ്ണാണെങ്കിൽ നിന്റെ വോയിസ് ഇടുന്നുണ്ട്, നിന്റെ അനുയായികളെ നീ കാണിക്കുന്നുണ്ട്. മുന്നിൽ റിവീൽ ചെയ്തിട്ട് പാടി. മുന്നിൽ നീ വന്ന പോലെ നീ മുന്നിൽ വന്ന് ധൈര്യമുള്ള പെണ്ണാണെങ്കിൽ, നീ ഉമ്മാന്റെ പാല് കുടിച്ച പെണ്ണാണെങ്കിൽ, നീ ഉമ്മാന്റെ പാലെന്നെ നീ കുടിച്ചിട്ടുണ്ടെങ്കിൽ നീ മുന്നിൽ വന്നിട്ട് ഉമ്മാന്റെ നീ മുന്നിൽ വന്നിട്ട് നീ സംസാരിക്കും. നിന്റെ ആൾക്കാരത്ത് നീ പുലിപ്പാലാണ് കുടിച്ചിട്ട് പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. നിന്റെ അടുത്ത് കാണിക്കാണ്ട് കളിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും എനിക്ക് പറയാനില്ല. നീ ഖത്തറിലോ നീ ഈ ദുനിയാവിന്റെ അറ്റത്ത് അല്ലെങ്കിൽ എവിടെ പോയാലും എനിക്ക് പിടിക്കാറിയോടി. എത്രയോ രാജ്യങ്ങളിൽ എൻ്റെ എന്താണ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നീ എന്താടി വിചാരിച്ച് ഷാജി 5 മക്കളും കുപ്പത്തൊട്ടിയിൽ കിടക്കണവരാണെന്ന് വിചാരിച്ച നീ? അത് പണ്ടുമില്ല. പണ്ടും കബീറിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഷാജിക്ക് വലിയ വിലയായിരുന്നു. നല്ല നിലയും വിലയും ഉള്ള ഒരു പെണ്ണാണ് ഞാൻ. നിന്നെ പോലെ അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണല്ല ഞാൻ. നിന്നെ പോലെ അഴിച്ചിട്ട് ലൈവ് കാണിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണല്ല അത്. അത് നീയായിരിക്കും. നീ രാത്രി 12:30 1 മണിക്ക്. എടി മോളെ, നീയൊക്കെ ആയിരിക്കും അപ്പൊ എന്റെ ഇക്കാരെ വിളിച്ച് മെസ്സേജ് ചെയ്തത് നിന്റെ അമ്മാവന്റെ മോന്റെ കൂടെയൊക്കെ ഒളിച്ചോടും, നിന്റെ കെട്ടിയോളം നിനക്ക് അത്ര ഇഷ്ടമാണില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചവളുമാരെ ഫേക്ക് അക്കൗണ്ട് നീ തന്നെയാണ് എന്റെ ഇക്കാനെ പിരികേറ്റിയിട്ട് നീ കൊന്നിരിക്കുന്നത്. അപ്പോ നീ കൊന്നാലും എടി ഒരെണ്ണത്തിനെ നീ കൊല്ലാൻ പറ്റുള്ളൂ. 5 എണ്ണം ഇവിടെ വളരുന്നുണ്ട്. ഇതാ 5 എണ്ണാണ് വളരുന്നത്. നിന്റെ കണ്ട് ഏത് ഖത്തറിലാണെങ്കിൽ വന്ന് മൂളിക്കാൻ ഈ ഷാജിക്ക് അറിയും. ഒരു നിയമം വേണ്ട. ഷാജി എന്നെ നേരിട്ട് വന്നിട്ട് നിന്റെ കണ്ട് ഞാൻ മൂളിക്കും. ഓക്കെ, നീ ഇന്ന് ലൈവ് ഇന്നലെ എന്റെ ഇതില് നിന്റെ അക്കൗണ്ട് കിട്ടട്ടെ നേരെ മുളക്കുമ്പോഴേക്കും പഠിച്ചവൻ ആ അക്കൗണ്ട് കയ്യിൽ എത്തിച്ചു. നീ ഇന്ന് ഞാൻ ലൈവ് ഇടുമ്പോ നീ തെറി വിളിക്കടി. എടി നീ ലൈവ് ഇടുമ്പോ ഞാൻ അങ്ങോട്ട് വന്നിട്ട് എനിക്ക് തെറി വിളിക്കാൻ എത്ര ആൾക്കാർ വേണടി? തെറി കൊണ്ട് നിന്റെ ലൈവ് അഭിഷേകം കൊണ്ട് നീ നാറിയിട്ട് നീ ഇറങ്ങി ഓടും ആ ലൈവ്ന്ന്. നീ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കി നീ തിന്നാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തെറ്റി മോളെ. ഓക്കെ, ഞാൻ ഈ എത്തി മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. എത്തി മക്കളെ വില എന്താന്ന് ഞാൻ ആദ്യം പൊടിക്കടി നാറി. നീ പൊടിച്ചിട്ട് പാടി. ഇത്രയും ആണുങ്ങളുടെ അടുത്ത് അഴിച്ചിട്ട് തുണി അഴിച്ചിട്ട് കൊടുക്കണ അവളെ നീ എന്നെ വിലയിരുത്തണ്ട. നീ എന്നെ പഠിച്ചതിന് മുന്നിൽ ഇതാക്കണ്ട. നീ ആദ്യം
ഇപ്പോൾ ഈ ഒരു വീട് കേട്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആ മക്കളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ആ മക്കളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ പുള്ളിക്കാരി ഇത്രയും ഇതായിട്ടുള്ളൊരു ഇത് പറയുന്നത്. ഇപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഇങ്ങനെ എന്തൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ഇവൾക്ക് അറിയുന്ന ആളാണെന്നാണ് പറയുന്നത്. അറിയുന്ന ആളെന്തോ ഇവിടെ തെറി വിളിച്ചു, ലൈവിൽ വന്നിട്ട് എന്തോ തെറി വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറയാൻ ഇങ്ങനെ വേറൊരു വീഡിയോ ചെയ്ത് അത് മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. അല്ലാതെ പുള്ളിക്കാരിക്ക് ചെയ്യാമല്ലോ. എന്താണ് വേറെ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുഖേന അത് പറയാം. ഈ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാൾ ഇത്രയധികം അധിക്ഷേപിക്കുന്ന സമയത്ത് ആ മക്കളും ഇതെല്ലാം കേൾക്കുകയാണ്. അപ്പോൾ ആ മക്കളും വിലയിരുത്തും, എൻ്റെ ഉമ്മാക്ക് ഇത്രയും മാത്രം. ഇപ്പോൾ മക്കൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. ഇപ്പോൾ ആ 5 മക്കൾ എൻ്റെ വലിയ അഹങ്കാരത്തോടു കൂടി പറയുന്നുണ്ട്, എനിക്ക് 5 മക്കളാണ്, എനിക്ക് 5 ആൺമക്കളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് അഹങ്കാരത്തോടുകൂടി പറയുകയാണെങ്കിൽ നാളെ ആ മക്കൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ നേർക്ക് കൈ ചൂണ്ടുന്നൊരു അവസ്ഥ വരരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ ഈ മക്കൾ ഇതെല്ലാം കാണണം, ഉമ്മയുടെ ആ ഒരു ഇതും എല്ലാം കണ്ടിട്ടാണ് ആ മക്കൾ വളരുന്നത്. അപ്പോൾ എത്രമാത്രം ആ മക്കളിൽ അത് വേദനിക്കുന്നുള്ളത് പുള്ളിക്കാരി ചിന്തിക്കുന്നില്ല. പുള്ളിക്കാരുടെ വില പുള്ളിക്കാർ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ആരും പറയുകയോ ആരും ഇതാവുകയോ ഒന്നും ചെയ്യല. ഇപ്പം നമ്മളൊരു ഇത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു പബ്ലിക്കിന് മുമ്പിലാണ് വിളിച്ച് പറയുന്നത്. അല്ലാതെ നമ്മൾ തോന്നിയ പോലെ പറയുമ്പോൾ സൂക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന സമയത്ത് പബ്ലിക് അത് പ്രതികരിക്കും. അപ്പോൾ പ്രതികരിക്കുന്നവരുടെ നെഞ്ചത്ത് കയറിയിട്ടോ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്നവരുടെ നെഞ്ചത്ത് കയറിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ ഈ തുപ്പിയതും എല്ലാം എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത്? അതും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് റിയാക്ഷൻ ചെയ്യുന്നവർ അതെല്ലാം എടുത്ത് പ്രതികരിക്കും. പിന്നെ അവരുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവർ കേസ് കൊടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. റിയാക്ഷൻ ചെയ്യുന്നവർ ഇങ്ങനെയുള്ളതൊക്കെ കാണുന്ന സമയത്ത് അവരത് പ്രതികരിക്കുക തന്നെ ചെയ്യും. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. പോണ്ടേന്ന് പറഞ്ഞ എന്നെ എത്രയോ ആൾക്കാർ വിളിച്ചതാണ് അല്ലേ? എന്നെ എത്രയോ ആൾക്കാർ വിളിച്ചതല്ലേ ചാച്ചു അല്ലേ? എടി എനിക്ക് സ്പോൺസേഴ്സ് ഒരുപാടുണ്ട്. ഞാൻ വരാഞ്ഞിട്ടാണ് എൻ്റെ മക്കളെ ഇട്ടിട്ട് ഞാൻ വരില്ല. ഇല്ല, ഷാജിക്ക് 5 മക്കൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നിന്നെ റൂമിലിട്ട് തല്ലി ഞാൻ നിന്നെ കൂറക്കിടും. നീ വേറൊരു നിയമം വേണ്ട, ഞാൻ തന്നെ മതി. നീ എൻ്റെ മുന്നിൽ ഒന്ന് കിട്ടട്ടെ പറഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കണേ. നിന്റെ അക്കൗണ്ട് റീച്ച് ആവാനാണെങ്കിൽ നിനക്ക് ചോറ് തിന്നണ്ടേ, നീ വേറെന്തെങ്കിലും വാരി തിന്നടി. നീ എന്തിനാണ് ഈ ചോറൊക്കെ തിന്നെടുത്ത്? നീ എന്തിനാണ് ഈ മലയാളീസിന്റെ മാനം കളയാൻ വേണ്ടിയിട്ട് അന്യ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ലൈവ് ഇട്ട് തെറി വിളിച്ച് അഭിഷേകം നടക്കണത്? നീ അതുപോലെ മാന്യമായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ ഇടയിൽ കയറിയിട്ട് നീ എന്തിനാടി നാറി ഇങ്ങനെ കളിക്കുന്നത്? നിന്റെ ഫേസ് ഇതേപോലെ ഷാജി നിൽക്കണ പോലെ നിന്റെ ഫേസ് ഇട്ട് നിനക്ക് കളിക്കാൻ പറ്റും. ചോരകളും വേറുള്ളതും കാണിക്കാൻ നിന്റെ ഫേസ് കാണിക്കണി മൂദേവി. എന്നിട്ട് നീ മുന്നിൽ വാടി. എന്താ ഈ പെണ്ണുങ്ങളുടെ ഒക്കെ അവള് പെണ്ണേ അല്ല. അവളുടെ ഉമ്മ അവൾക്ക് മുലപ്പാലും കൊടുത്തിട്ടുണ്ടാവും, വേറെല്ലാം കൊടുത്തിട്ടുണ്ടാവില്ല. അവള് ജനിച്ചേ മുതൽക്ക് അങ്ങനെയുള്ള ഇതിൽ ജീവിച്ചു വന്നവളുമായിരിക്കും, അവനുമാരും ആയിരിക്കും. അവളുടെ വാലും പിടിച്ചിട്ട് അവളുടെ തുണിയും പൊക്കി നടക്കണവന്മാര് അങ്ങനത്തെ ജന്മങ്ങളായിരിക്കും. അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാളും വിശ്വസിക്കില്ല. പടപ്പുകളും വേറുള്ളവർ എത്ര തോൽപ്പിക്കാൻ വിചാരിച്ചാലും പടച്ചോൻ എന്നെ തോൽപ്പിക്കാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ ഷാജി ജയിച്ചോണ്ടേയിരിക്കും. അത് നിനക്കൊക്കെയുള്ള തോൽവി ആയിരിക്കും ഞാൻ ഇപ്പൊ പറയുന്നു നിന്റെ അടുത്ത്. ഇനി എന്റെ ലൈവ് കയറി നീ എന്നെ തെറി വിളിച്ചു എന്ന് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ അത്തറിന്റെ മണമുള്ള ഖത്തറല്ല, നീ ഏത് ദുനിയാവിന്റെ അറ്റത്താണെങ്കിലും ഞാൻ വന്ന് നിന്നെ പിടിക്കും. നീ ഏത് റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ലൈവ് ഇട്ടാലും നിന്നെ റൂം കയറി തല്ലാനുള്ള ഇത് എനിക്കുണ്ട്. അതും കൂടി നീ ആലോചിച്ചാൽ നല്ലത്. ഓക്കെ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. മക്കള് അവരുടെ മാനസികാവസ്ഥ, മക്കളുടെ മാനസികാവസ്ഥ അല്ല, മക്കളെ നോക്കണേ എന്റെ മാനസികാവസ്ഥയും കൂടി ചിന്തിക്കണം നിങ്ങള്. മക്കള് പാകം അവർക്ക് വീടിനുള്ളിൽ ഇരുന്നാ മതി, അവരെ പോറ്റുന്ന എന്റെ മാനസികാവസ്ഥയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവര് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോയാൽ തെരുവിൽ ഇറങ്ങേണ്ട മക്കളാന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. എനിക്ക് മരിക്കാൻ പേടിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് സാക്ഷികളാണ്. മരിക്കാൻ ഷാജിക്ക് പേടിയില്ല, മരിച്ച് ജീവിക്കണവളാണ് ഈ ഷാജി. അതുകൊണ്ട് മക്കളുടെ കാര്യം പറയണ്ട, ആ മക്കളുടെ പോറ്റുന്ന എന്റെ കാര്യം ചിന്തിക്കുക, എന്റെ മാനസികാവസ്ഥ. അല്ലെങ്കിൽ ഇവളെ ഭ്രാന്തിയാക്കിയാലേ അവള് പിത്തിയാക്കിയാല് പറഞ്ഞാല് അവൾ ഇത് അങ്ങനെ ആവും ഇങ്ങനെ ആവും. അടി അത് നിനക്ക് തെറ്റി. നിന്റെ കൂട്ടാളികളെ നീ 12:30 1 മണിക്ക് 1:30 എൻ്റെ ഒക്കെ അപ്പോഴും പറഞ്ഞു 12:30 1 മണി 2 മണിക്കൊക്കെ അടി ഗൾഫ് നാട്ടിൽ നിന്ന് ലൈവ് ഇടുന്നത് അവളെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഫേക്ക് ID എന്നാണ് മെസ്സേജ് വന്നതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവളുമാരൊക്കെ എന്തിനാടി അന്യ രാജ്യങ്ങളിൽ. അവിടെ എത്രയോ നല്ല അറബികളുണ്ട്, എത്രയോ നല്ല സ്പോൺസേഴ്സ് ഉണ്ട്, എത്രയോ നല്ല ആൾക്കാരെ നോക്കണ എത്തി മക്കളെ നോക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാടി അവരുടെയൊക്കെ മാനം കളയാൻ വേണ്ടി നീയൊക്കെ അവിടെ പോയി ജീവിക്കണത്? നിനക്കൊക്കെ തൂങ്ങി ചത്തൂടടി.
നിന്റെ ആൾക്കാരനെ പോലുള്ളവൾമാരൊക്കെ തൂങ്ങി ചാവ നല്ലത്, ഇല്ലെങ്കിൽ വല്ല വശം കുടിച്ച് നീ ചാവ നല്ലത്. നീയൊന്നും ഈ ദുനിയാവിലേ വേണ്ട, നീയൊക്കെ വേസ്റ്റ്. നീ അക്കൗണ്ട് നിന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നീ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രചോദനമായിട്ടോ സോഷ്യൽ വർക്കറായിട്ടോ നീ എന്തെങ്കിലും ചെയ്തു പറഞ്ഞോ ഓക്കെ. നീ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരുടെ ഷാജിന്റെ രോമത്തിൽ തൊടാൻ എനിക്ക് സാധിക്കില്ല. നീ തൊട്ട് നോക്ക്, വിവരം അറിയും. നീ ഇങ്ങോട്ട് നിന്റെ മുഖം കാണിക്കാണ് നീ കാണിക്കണ്ടല്ലോ. ഷാജിന്റെ ഇങ്ങനെയാണ് ഷാജിക്ക്, ഇത് പോയ പോലെയാണ് നീ കാണിക്കുന്നത്. ഓക്കെ, നീ അത്ര ധൈര്യമുള്ളവളാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ലൈവ് ഇടും. നീ എൻ്റെ ലൈവ് കയറി വരണം, നീ അനാവശ്യം വിളിക്കണം. എന്നിട്ട് നിന്റെ അത്തറിന്റെ മണമുള്ള ഖത്തറിൽ ഷാജി നിനക്ക് എത്തും. ഷാജി എത്തായിട്ടൊന്നുമില്ല. ഷാജി ഏത് രാജ്യങ്ങൾ വേണമെങ്കിൽ പോവാൻ പേടിയില്ലാത്തവളാണ്. ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. ഈ ദുനിയാവിന്റെ അറ്റം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചവളാണ് ഞാൻ. ഇനി ഖത്തറിന്റെയും ഒക്കെ മണമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ അവിടേക്കും ഷാജി എത്തും. എന്നെ എത്തിക്കണ്ട. നീ വിചാരിച്ചാണ്ടാവും എനിക്ക് ഒരു പുല്ലുമാരും അവിടെ ഇല്ലാന്ന്. ഇഷ്ടം പോലെ ആൾക്കാരാണ് എനിക്ക്. എന്നെ വിളിക്കണവര് ഇഷ്ടം പോലെയാണ് ആ നാട്ടില്. ഓക്കെ, നീ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിന്റെ അണ്ണാക്കിൽ എനിക്ക് തരാൻ അറിയാം. നീ 12, 1:30, 2 മണിക്ക് തുണിയിട്ട് അഴിച്ചോട്ട് കൊടുക്കുന്ന ലൈവ് അല്ല ഇവിടെ നടക്കുന്നത്. ഷാജി മക്കളെ കരുതി അടങ്ങ്, മക്കൾക്ക് സന്ദേശം കൊടുക്കും. മക്കൾക്ക് എന്ത് സന്ദേശം? എന്റെ ജീവിതമാണ് എന്റെ മക്കളുടെ സന്ദേശം അല്ലേടാ. കണ്ടോണ്ടിരിക്കുന്ന ജീവിതമാണ് എന്റെ മക്കൾക്ക് കൊടുക്കണ ഏറ്റവും വലിയ സന്തോഷം. ചെറുപ്പം മുതലേ ജനിച്ച മുതലേക്ക് എന്റെ മക്കൾ കാണണം. ഖത്തറിന്റെ മണമുള്ള അത്തറിന്റെ നാട്ടിലുള്ള ഒരുത്തി എന്റെ അമ്മച്ചിനെ അനാവശ്യം വിളിച്ചു പറയാ. രണ്ട് മൂളിക്കും പറയും. നിന്റെ ഖത്തറിൽ ഞങ്ങൾ എത്തും പറയും. നിന്റെ രണ്ട് മൂളിക്ക ഞങ്ങൾക്ക് അറിയും പറയും. നീ ചെറിയ കുട്ടിയാണെന്ന് എന്റെ കുട്ടിനെ വിചാരിക്കണ്ട. നിന്നെ കേറി തല്ലാനുള്ളത് അവനിക്കുണ്ട്. ഓക്കെ അല്ലേ? എന്താണ് നിനക്ക് ഇത്ര അനാവശ്യം വിളിച്ചു പറയാനുള്ളത്? ഇങ്ങനത്തെ പുലിക്കുട്ടികളാണ് ഞാൻ നോക്കണത്. ഇങ്ങനെ 4 വയസ്സായിട്ടുള്ളൂ പുലികളെയാണ് ഞാൻ വളർത്തുന്നത്. നീ 18 വയസ്സ് കഴിഞ്ഞാൽ ചുച്ചു എലികളാടി നിങ്ങളൊക്കെ. ഞങ്ങളൊക്കെ പുലികളാടി. അപ്പൊ പുലികളിലെ ഞങ്ങൾ പുലിനെ വളർത്തണ. ഈ എലി ഖത്തറിലൊക്കെ നീ സൗദി അറേബ്യയിൽ ഏത് രാജ്യത്തുണ്ടെങ്കിലും ഈ പുലികളെ കൊണ്ട് വന്നിട്ട് നിന്നെ തല്ലാൻ എനിക്കറിയാം. നമ്മൾ അത്ര വാങ്ങിയില്ല. അത്രന്റെ നാട്ടിലില്ല ഖത്തറില് ഗൾഫിലാണ്. ഈ ഗൾഫിലേക്ക് നമുക്ക് എത്താൻ പറ്റും പറയും. ഇവിടെ എല്ലാ ഗൾഫ് നാട്ടുകളിലും കളിക്കാൻ അറിയും പറയും. പൊരിക്കുന്ന പുലി കടിക്കില്ല. എടാ കൊരയ്ക്കുന്ന പട്ടി കടിക്കൂടെ മോനെ? കടിക്കാത്ത പട്ടികളില്ല. അണമുട്ടിയാൽ ചേരപ്പാമ്പ് നിനക്കറിയോ? അണമുട്ടിയാൽ ചേരപ്പാമ്പും കടിക്കുന്നതാണ് നീ കേട്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എന്താണ് ചേര തിന്നണ നാട്ടിൽ ചെന്ന ചേരന്റെ നടുക്കഷ്ണം തിന്നണ, അങ്ങനെ എന്തോ ഡയലോഗ് ഉണ്ട്. എടാ ഏത് രാജ്യത്ത് തന്നാലും ഏത് ഇത് തന്നാലും നീ നിന്റെ ലെവല് വിട്ട് കളിക്കരുതെടാ. നിന്റെ ലെവല് വിട്ടിട്ട് പാവാട അഴിച്ച് കളിച്ച കളി നീ കളിക്കരുത് മോളെ. ഖത്തറിലൊക്കെ നീ നിൽക്കും. എത്ര കാലം നീ ആ ഖത്തറിൽ നിൽക്കും? നീ പോണത് നാളെ 6 അടി മണ്ണിലേക്കാണല്ലോ അല്ലേ? നീ പോണത് നാളെ 6 അടി മണ്ണിലേക്കാണല്ലോ. ആ ഖത്തറിന്റെ റൂമിന്റെ ഉള്ളിൽ നീ വാൾപേപ്പർ അവളിങ്ങനെ ഇടുന്നത് ഇങ്ങനെയാണ് അവള് ഇട്ടിട്ട്. ഈ വാൾപേപ്പർ ഇങ്ങനെ ചുമര്, ഈ ബീറോ ഇങ്ങനെ കാല് കൈ എന്നൊക്കെ കാണിച്ചിട്ട് ലൈവിൽ ഇങ്ങനെ കേറി വരുന്നവളുമാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഷാജി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഷാജിക്ക് മക്കൾക്ക് ഷാജി മാത്രമേ ഉള്ളൂ. പിന്നെ എന്നെ സ്നേഹിക്കണ എൻ്റെ സബ്സ്ക്രൈബേഴ്സും, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സും ആടി. എനിക്ക് നിന്റെ ഖത്തറിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ നിനക്ക് കാണിച്ചു. എടി ചുരുക്കം എത്ര അവൾക്ക് അക്കൗണ്ടിൽ എത്ര ഉള്ളവര്? 5000 ആൾക്കാരെ വെച്ചിട്ടല്ലേ നീ കളിക്കണത്. നിന്റെ അക്കൗണ്ട് റീച്ച് ആവണമെങ്കിലേ ഞാൻ വേറെ പണി തരാം. നീ ലൈവിലല്ലേ, വേറെ പണി ചെയ്താൽ മതി. നിന്റെ അക്കൗണ്ട് സൂപ്പറായി റീച്ച് ആവും. നിന്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ കയറി വരും. അങ്ങനത്തെ പണി നീ എടുത്താല് നീ ഇപ്പൊ അവിടെ ആർക്കും അറിയാണ്ട് അടിച്ചിട്ട് കാണിച്ചു കൊടുക്കണില്ല. അവിടെ ലൈവിൽ കയറിയമാർക്കൊക്കെ. അല്ലാണ്ട് നീ ലൈവായിട്ട് അടിച്ചിട്ട് കാണിച്ചു കൊടുക്ക്. നിന്റെ ലക്ഷങ്ങൾ ഷാജിനെ കാട്ടി മില്യൺ കണക്കിന് നിനക്ക് വ്യൂസും ആവും, മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സും ആവും. എടി അങ്ങനത്തെ പൈസ അങ്ങനത്തെ ഇതും എനിക്ക് വേണ്ടടി മോളെ.
എനിക്ക് അന്തസ്സായിട്ടുള്ള ജീവിക്കാനുള്ള വഴി എനിക്കറിയും. ആ അന്തസ്സായിട്ട് തന്നെ ഷാജി ജീവിക്കുള്ളൂ. അന്തസ് കളഞ്ഞിട്ട് ഈ ഷാജി ജീവിക്കുകയാണെങ്കിൽ ആ ഷാജി അന്ന് മണ്ണിന്റെ അടിയിലാണ്. ഓക്കെ, അന്ന് ഷാജി മണ്ണിന്റെ അടിയിലായിരിക്കും. അന്തസ് കളഞ്ഞ് പാവാട പൊക്കി ജീവിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഷാജി മണ്ണിന്റെ അടിയിൽ പോവും. അല്ലാണ്ട് നിങ്ങളുടെ മുന്നിൽ പാവാട പൊക്ക ഷാജി വരില്ലടി നായ്ക്കളെ, വരില്ല. എനിക്ക് അങ്ങനെ എൻ്റെ മക്കളെ പോറ്റേണ്ട ആവശ്യമില്ലടി. എനിക്ക് എൻ്റെ മക്കൾക്കും ഇവിടെ ദുനിയാവിൽ ജീവിക്കാൻ അവകാശമില്ലെങ്കിൽ മരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ മരിക്കും, അന്തസ്സായി മരിക്കും. അവരുടെ ഉപ്പ പോയ സ്ഥലത്തേക്ക് തന്നെ ഞങ്ങൾക്ക് പോവാനുണ്ട്. അതിനുള്ള ധൈര്യമുള്ള മക്കൾ തന്നെ കൂടെ ഉള്ളത്. അങ്ങനെ ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കണത്, മരിച്ച് ജീവിച്ചിട്ട് തന്നെ ഇരിക്കണത്. അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ മുഖം നിന്റെ ഫേസ് കാണിച്ച് നീ വാടി പുറത്ത് വന്ന് നിന്നെ ഞാൻ വെല്ലുവിളിക്കാണ്. ഇല്ലേ നീ പാലക്കാട് ജില്ലയിൽ വാ, നീ എവിടെ, അല്ലെങ്കിൽ നിന്റെ നാട് എവിടെ, ഈ കേരളത്തിൽ നീ ഏത് ജില്ലയിലാണെന്ന് പറയും, ഞാൻ ആ ജില്ലയിലേക്ക് വരാം. ആ ജില്ലയിൽ വന്നിട്ട് നിന്നെ നേരിടാം. ഇല്ല നിന്നെ ഖത്തറിലോട്ടാ നീ ക്ഷണിക്കുന്നു പറഞ്ഞാൽ ഞാൻ ഖത്തറിലോട്ടും വരാം മോളെ. ഓക്കെ, ഖത്തറിൽ നീ മാത്രം മാനം, ആ ഖത്തറിലുള്ള ആൾക്കാരുടെ അറബികളിലും ബാക്കിയുള്ളവരുടെ മാനം കെടുത്താനായിട്ട് പോയ മോളെ, ഡാഷ് മോളെ, എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. നിന്നെക്കാട്ടി ഇതിലും വലിയ തെറികൾ എനിക്കറിയും. പക്ഷെ നിന്നെ പോലെ തരം താഴ്ന്നിട്ട് ലൈവിൽ വിളിക്കുന്ന തെറികൾ വിളിച്ചിട്ട് നടക്കണവളല്ല. എന്താ പറയാ, ഈ പറയുന്ന ക്ഷമ നശിച്ചാൽ പല ആൾക്കാർക്കും പലതും വരും. അതേപോലെ ക്ഷമ നശിച്ച് നടക്കുന്ന ഒരുത്തിയാണ് ഞാൻ. ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുത്തിയാണ്. ഈ മക്കളിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്തും പോയാലും വേണ്ടില്ല. എനിക്ക് എൻ്റെ ഇക്ക പോയാലും വലുതൊന്നല്ല വേറൊന്നും. എനിക്ക് വേണ്ട ഒരു നല്ല ഒരു സംഭവം ഇവരുടെ ഉപ്പ, എൻ്റെ ഹസ്ബൻഡ് പോയാലും വലുതൊന്നല്ലടി എനിക്കിന്ന് കിട്ടാനും വരാനുള്ളത്. എടി എനിക്ക് പോകാൻ ഒരു പേടിയില്ലടി. എടി എവിടെയും ആണെങ്കിലും ഞാൻ മണ്ണിന്റെ അടിയിൽ പോകാൻ എനിക്ക് പേടി. നിനക്ക് മരിക്കാൻ പേടിയുണ്ടാവും, ഷാജിക്ക് മരിക്കാൻ പേടിയില്ല മോളെ. ഷാജി മരിക്കാൻ പേടിയില്ല, ഷാജിന്റെ മക്കൾക്ക് മരിക്കാൻ പേടിയുണ്ടാ? നിനക്ക് ഉണ്ടാ? ഞങ്ങൾക്ക് പേടിയില്ല. അപ്പൊ നിന്നോട് എനിക്ക് പറയാനുള്ളത്, നീ മുഖം കാണിച്ച് നാളെ മുതൽ ലൈവ് ഇട്. നിന്റെ ലൈവിലോ നീ എവിടെയാണ് ഖത്തറിലുള്ളത്, ആ ഖത്തറിലെ ഡീറ്റെയിൽസ് ഫുള്ള് നീക്ക് ധൈര്യമുള്ള മോളാണെങ്കിൽ, നീ മറിഞ്ഞു നിന്ന് ലൈവ് ഇടുന്ന മോളാണെങ്കിൽ, നിന്റെ അനുയായികൾ കുറേ ആണുങ്ങളുണ്ട്. തുണി പൊക്കി കാണിച്ചാൽ വേഗം കയറി മുളയുന്ന ആണുങ്ങളുണ്ടാവും. അങ്ങനത്തെ ആണുങ്ങളെ നീ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആണുങ്ങളെ പോലത്തെ ആണുങ്ങളെ നീ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഇങ്ങനത്തെ കൂസന്മാരെ നീ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആണും പെണ്ണും കേട്ടോ 9 നീ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഷാജിന്റെ കെട്ടിയവനെ പോലത്തെ കബീർ പോലത്തെ ആണുങ്ങളെ നീ കണ്ടിട്ടേ ഉണ്ടാവില്ല. കബീർ പോയിട്ടുള്ളൂ. കബീർ ഉണ്ടാക്കി വിട്ട കബീറിന്റെ ചോരയിൽ കഴിയുന്ന 5 പുലികളെ ഞാൻ വളർത്തുന്നുണ്ട്. കബീറിനെക്കാട്ടും തൻ്റെയിടും കബീർ. എൻ്റെ കയർക്കാകെ പിന്നെയും കുറച്ച് തൻ്റെയിടം കുറവായിരുന്നു, പാവമായിരുന്നു. എൻ്റെ കയർക്ക് അങ്ങനെയൊന്നും ആൾക്കാരോട് സംസാരിക്കാൻ ഇതിനെ നിൽക്കില്ല. എൻ്റെ കയർക്ക് അധികം പ്രശ്നങ്ങൾക്ക് പോയില്ല, ഫ്രണ്ട്സുകളില്ല അധികം. എൻ്റെ കയർക്കാൻ്റെ സർക്കിളിലെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യമില്ല. ആളുടെ പണിയുണ്ട്, ബാക്കിയുള്ളതുണ്ട്. അപ്പം മക്കളുടെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇത്രമാത്രം വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ മക്കൾ ഇപ്പോൾ കേട്ടിരിക്കും. അവർക്ക് എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്നുള്ളതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുപോലെ തന്നെ ഇന്നലെയും അവർ പഠിച്ച ഒരു സ്ഥാപനമായിരുന്നു ആ യത്തീംഖാന. അവിടെ പോയിട്ട് അവരെ, ആ സ്ഥാപനത്തിലുള്ളവരെ തെറി വിളിക്കുക, അതുപോലെ തന്നെ അവിടെ ഉള്ളവരെ അവഹേളിക്കുക, അതൊന്നും നല്ലൊരു പ്രവൃത്തിയല്ല. ഇതുവരെ ആരും അങ്ങനെയുള്ളൊരു ഇതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ പുള്ളിക്കാരി മാത്രം കുറ്റം പറയുന്ന സമയത്ത് ആരും അത് അക്സെപ്റ്റ് ചെയ്യില്ല, ആരും അത് അംഗീകരിക്കുകയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കളെ യത്തീംഖാനയിലേക്ക് വിളിച്ച് പറയാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആ മക്കളുടെ മാർക്ക് കുറയാനും കാരണം. നമ്മൾ പറയാവുന്ന കാര്യങ്ങൾ മാത്രം മക്കളോട് പറയുക, എല്ലാം ഷെയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മക്കളുടെ ഭാവിയെ തന്നെയാണ് അത് ബാധിക്കുക. നമ്മളുടെ ജീവിതം കണ്ടിട്ടാണ് മക്കൾ വളരുന്നത്. അപ്പോൾ ആ മക്കളുടെ ഭാവി തുലയ്ക്കാതിരിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. അല്ലാതെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ആ മക്കൾ ഇത് കേട്ടിട്ടാണ് ഇങ്ങനെ എൻ്റെ ഉമ്മ കേട്ട് അങ്ങനെ സഹിച്ച് അവിടെ ഇരിക്കുന്നു, എൻ്റെ ഉമ്മക്ക് ഏതെല്ലാം അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്നൊക്കെ ആ മക്കളുടെ ചിന്തയിൽ വരും. അങ്ങനെ തന്നെ ആ മക്കളുടെ ഭാവി തൊലയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ആ മോൻ്റെ മാർക്ക് കുറയാൻ സാധ്യത തന്നെയാണ് കാരണം എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. അല്ലാതെ വേറെ ആരുമല്ല. അല്ലാതെ അവിടെ ഉള്ള സ്ഥാപനത്തിലുള്ളവരെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മക്കളുടെ ഭാവി നമ്മളാണ് നിർണ്ണയിക്കേണ്ടത്. നമ്മളാണ് ആദ്യം വീട്ടിൽ നിന്നും നമ്മൾ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും എന്തെങ്കിലുമൊക്കെ വിളിച്ച് കൂവിയിട്ടും ആ മക്കളുടെ ഭാവി തൊലച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മക്കളുടെ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട്
ഇന്നലെ കണ്ടില്ല, ആ ഒരു വീഡിയോയിലൊക്കെ മോങ്ങിയിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്ക് ഒരുപാട് പേര് നല്ല കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ട്. ഞാൻ ഇന്നലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 മക്കളെ വളർത്തുക എന്ന് പറയുന്നത് പ്രയാസം തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം മറ്റുള്ളവരിനടുത്തും. പുള്ളിക്കാരൻ്റെ പോക്ക് പറയുവാണെങ്കിൽ എന്താ പറയുക, സൈക്കോകളിനേക്കാളും അപ്പുറത്തെ ആ ഒരു രീതിയിലാണ് പോക്ക്. ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പം ഉമ്മാൻ്റെ സപ്പോർട്ടില്ല, അവളുടെ സ്വന്തം അനിയത്തിമാരുടെ സപ്പോർട്ടില്ല, ഭർത്താവിൻ്റെ വീട്ടുകാരൻ്റെ സപ്പോർട്ടില്ല, ആരുടെയും സപ്പോർട്ടില്ലാതെ 5 മക്കളുണ്ടെന്ന് വെല്ലുവിളിച്ചിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഒരു യൂട്യൂബ് ചാനലിന് വരുമാനമുണ്ട്, ശരിയാണ്, അത് മാത്രം പോരല്ലോ, നമുക്ക് ആരെങ്കിലുമൊക്കെ കുറച്ചൊക്കെ സപ്പോർട്ട് വേണമല്ലോ. ആരും സപ്പോർട്ടില്ലാതെ ഒന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ 5 മക്കളെ കണ്ടിട്ട് ഇവിടെ ഇത്രയും ആളുകളെ വെറുപ്പിച്ചിട്ട് നാളെ ഈ 5 മക്കളും ഷാജിദയുടെ നേർക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഷാജിദ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇത്രയും ആളുകൾ വെറുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷാജിദയുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ഇല്ലാതെ ആരും ഇത്രയും ആളുകൾ നിന്നെ വെറുക്കില്ലല്ലോ. അപ്പോൾ നീ ഈ പോക്ക് അപകടത്തിലേക്കാണ് എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.